ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്കേവർക്കും പ്രഭാത വചനത്തിലേക്ക് എൻ്റെ സ്വാഗതം. ഇന്ന് വിഷയമായിക്കൊണ്ടിരിക്കുന്നത് ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങൾ. സഭാപ്രസംഗിയിലേക്ക് നാം നോക്കുമ്പോൾ 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു: പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത്, ഇത് മനുഷ്യർ നിമിത്തമത്രേ, ദൈവം അവരെ ശോധന കഴിക്കേണ്ടതിന് തങ്ങൾ മൃഗങ്ങൾ മാത്രമെന്ന് അവർ കാണേണ്ടതിന് തന്നെ എന്ന് ഈ വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നു. അതായത് ദൈവം മനുഷ്യനെ ശോധന ചെയ്യുന്നവനാണ് എന്നാണ് നാം ഒന്നാമതായി മനസ്സിലാക്കേണ്ട പോയിന്റ്. അതിനുവേണ്ടിയിട്ടാണ് ഈ വേദഭാഗം പറയുന്നത്. മനുഷ്യൻ അവനെ തന്നെ ശോധന ചെയ്യുമ്പോൾ അവൻ മനസ്സിലാക്കേണ്ടതായ കാര്യമാണ് ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തെ ഭയപ്പെടുവാൻ യോഗ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ സങ്കീർത്തനങ്ങൾ 96:4 യഹോവ വലിയവനും ഏറ്റവും ശുദ്ധനും ആകുന്നു, അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ ആണ് എന്ന് പറയുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. സഭാപ്രസംഗി 11-ാം അധ്യായം 9-10 നോക്കുമ്പോൾ അതിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്ക, യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്കിഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക എന്നാണ് ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നത്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും എന്നാണ്. സഭാപ്രസംഗി 12:7 ഇപ്രകാരം പറയുന്നു: പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യമാണ് ഇവിടെ സഭാപ്രസംഗി പറയുന്നത്. അത് നാം മറന്നു പോകാതിരുന്നെങ്കിൽ മാത്രമേ ദൈവത്തിലേക്കുള്ള ആ വഴി നമുക്ക് മനസ്സിലാകുകയുള്ളൂ. എന്ന് മാത്രമല്ല, ദൈവം ആരാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അഞ്ചാമത്തെ പോയിന്റ് സകല രഹസ്യങ്ങളും ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ സഭാപ്രസംഗി 11-ാം അധ്യായം 9-10 നോക്കുമ്പോൾ നമ്മൾ നേരത്തെ വായിച്ചു കേട്ടത് തന്നെയാണ്. അതിൽ 9-ന്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം പറയുന്നു: എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക എന്നാണ്. അതാണ് സകല രഹസ്യങ്ങളും ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്നു. നാം അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും സൽപ്രവൃത്തികൾ മാത്രം ചെയ്യുകയാണ് എങ്കിൽ, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ നാം ദൈവ മക്കളിൽ ഒരാളായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അടുത്തത് 6-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വെള്ളങ്ങളെ അളക്കുന്നവനാണ് ദൈവം. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: തൻ്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്യുന്നവൻ ആർ? അതാണ് ദൈവം. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ലോക ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആരും ഓടി നടക്കുകയില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർത്താൽ മതിയാകും. നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. നമുക്ക് സഭ തന്നിരിക്കുന്നതായ ഈ നോമ്പുകൾ, അതായത് കാനോനിക നോമ്പുകൾ, നാം 5 നോമ്പും കൃത്യമായി നോക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതിന് വേണ്ടിയിട്ട് നാം ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചതായ വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ അതിന് പ്രകാരം നമ്മൾ മുമ്പോട്ട് നയിക്കാൻ ശ്രമിക്കുകയും ആത്മീയമായി അവരെ വളർത്തുകയും ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രയോജനം എന്ന് പറയുന്നത് ബാക്കിയുള്ള ജീവിതം
ആത്മീയമായി ജീവിക്കുന്നതിനും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച് ആ ശക്തി കൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിച്ച് ഈ ലോക ജീവിതം സഫലമാക്കുന്നതിനും സ്വർഗരാജ്യത്തിൽ ഒരു അവകാശിയാകുന്നതിനും നമുക്ക് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആയതിനാൽ ദൈവം ചെയ്യുന്നതായ ചില കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. ആ കാര്യങ്ങളൊക്കെയും നോക്കിയതിന് ശേഷം നാം ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവം എല്ലാറ്റിനും സൃഷ്ടികർത്താവാണ്. ആ യെശയ്യാ പ്രവചനം 40:26 അതിനെക്കുറിച്ചും എടുത്തു പറയുന്നുണ്ട്. അത് ഇപ്രകാരം പറയുന്നു: നിന്റെ കണ്ണ് മേൽപോട്ട് ഉയർത്തി നോക്കുവീൻ, ഇവയെ ശിക്ഷിച്ചതാർ. അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെ എല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവൻ്റെ വീര്യ മഹാത്മ്യം നിമിത്തവും അവൻ്റെ ശക്തിയുടെ അധിക നിമിത്തവും അവയിൽ ഒന്നും കുറഞ്ഞ് കാണുകയില്ല എന്നാണ് പറയുന്നത്. അതായത് ദൈവം എല്ലാറ്റിനും സൃഷ്ടികർത്താവ് എന്നുള്ളത് നമ്മൾ ഓർത്ത് കഴിയുമ്പോൾ നമ്മൾ അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ആ ഒരു മനസ്സ് വരും. വചനം വായിച്ച് ഗ്രഹിക്കാനുള്ള ആ മനസ്സ് വരും. ഭക്തിഗാനങ്ങൾ ആലപിക്കും. വീട്ടിൽ ഒരു ക്രിസ്തീയ അനുഭവം, ഒരു സാക്ഷ്യമുള്ള ക്രിസ്തീയ കുടുംബം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളേവരും ശ്രമിക്കും. അതിനെ നമ്മുടെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവരെ ആ ഒരു സാക്ഷ്യമുള്ള ക്രിസ്തീയ കുടുംബത്തിൽ വളർത്തുന്നുവെങ്കിൽ ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വലിയ നോമ്പിൻ്റെ 27-ാം ദിവസമായ ഇന്ന് നാം ഓരോരുത്തരും ഇന്നേ വരെ തിരുത്താൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ല എങ്കിൽ അങ്ങനെ തിരുത്തി നാം ഒരു രൂപാന്തരം നമ്മുടെ മനസ്സിന് വരുത്തി ഒരു ആത്മീയ തീർത്ഥാടനം ആയിട്ട് ഈ നോമ്പിനെ നമ്മൾ മുമ്പോട്ട് നയിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.